സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളും അവയുടെ കർത്താക്കളും. ഒന്നാമത്തേത് മലയാള ഭാഷാ ചരിത്രം. പി ഗോവിന്ദപിള്ള 1881 എഴുതിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് മലയാള ഭാഷാ ചരിത്രം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് ഇത്. കേരളവിലാസം അച്ചുകൂടത്തിലാണ് മലയാള ഭാഷാ ചരിത്രം പ്രസിദ്ധീകരിച്ചത്. അടുത്തത് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം. പി ശങ്കരൻ നമ്പ്യാർ. 1922 പി ശങ്കരൻ നമ്പ്യാർ പ്രസിദ്ധീകരിച്ച കൃതിയാണ് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം. 7 അധ്യായങ്ങളിലായാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. കേരള ഭാഷാ സാഹിത്യ ചരിത്രം ആർ നാരായണ പണിക്കർ. 1927 ആർ നാരായണ പണിക്കർ പ്രസിദ്ധീകരിച്ച കൃതിയാണ് കേരള ഭാഷാ സാഹിത്യ ചരിത്രം. 7 ഭാഗങ്ങളിലായാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഇതിലെ 7ാം ഭാഗം 1951 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഭാഷാ സാഹിത്യ ചരിത്രം ആറ്റൂർ കൃഷ്ണപിഷാരടി. 1933 ആറ്റൂർ കൃഷ്ണപിഷാരടി രചിച്ച സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് ഭാഷാ സാഹിത്യ ചരിത്രം. അടുത്തത് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. 1953 ഉള്ളൂർ രചിച്ച സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം. 5 വാല്യങ്ങളിലായാണ് ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അടുത്തത് കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ള. 1958 എൻ കൃഷ്ണപിള്ള രചിച്ച സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് കൈരളിയുടെ കഥ. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ. എഡിറ്റർ ഡോക്ടർ കെ.എം. ജോർജ്. മറ്റ് പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളും അവയുടെ കർത്താക്കളെയും ഒന്ന് പരിചയപ്പെടാം. ഭാഷാ ചരിത്ര ദീപിക വിദ്വാൻ പി കെ രാമൻപിള്ള. കേരളത്തിലെ ക്രിസ്തീയ സാഹിത്യം ഡോക്ടർ പി ജെ ജെയിംസ്. സംസ്കൃത ഭാഷാ സാഹിത്യ ചരിത്രം കെ സി പിള്ള. മലയാള ഭാഷയും സാഹിത്യവും ആറ്റൂർ കൃഷ്ണപിഷാരടി. ഭാഷാ സാഹിത്യ ചരിത്ര സംക്ഷേപം പി കെ ശിവശങ്കരപിള്ള. കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം വടക്കുംകൂർ രാജരാജവർമ്മ. ആധുനിക മലയാള സാഹിത്യം പി കെ പരമേശ്വരൻ നായർ. മലയാള സാഹിത്യ ചരിത്രം പി കെ പരമേശ്വരൻ നായർ. കേരള സാഹിത്യ ചരിത്രം ചർച്ചയും പൂരണവും എ ആർ രാജരാജവർമ്മ. സാഹിത്യ ചരിത്ര സംഗ്രഹം ഇളംകുളം കുഞ്ഞൻപിള്ള. പ്രദക്ഷിണം ചേലനാട്ട് അച്യുതമേനോൻ.